ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെട്ട് പ്രണയം നടിച്ചയാൾ ഇന്ത്യൻ യുവതിയിൽ നിന്നും 3.73 കോടി രൂപ തട്ടിയെടുത്തെന്ന് പരാതി. അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ ടെക്കിയായ ഇന്ത്യൻ യുവതിക്ക് ഓൺലൈൻ വഴിയുള്ള ക്രിപ്റ്റോ തട്ടിപ്പിലൂടെയാണ് പണം നഷ്ടമായത്. ഫിലാഡൽഫിയ ആസ്ഥാനമായുള്ള ഫ്രഞ്ച് വൈൻ വ്യാപാരിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഇയാൾ ഡീപ് ഫേക്ക് ഉപയോഗിച്ചാണ് യുവതിയുമായി സംസാരിച്ചിരുന്നത്. ഇയാൾ പറഞ്ഞതനുസരിച്ച് വ്യാജ ക്രിപ്റ്റോ ആപ്പിൽ യുവതി പണം നിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ട്. ആൻസൽ എന്നു പേരുള്ള വൈൻ വ്യാപാരിയെ ഹിഞ്ച് എന്ന ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് 37-കാരിയായ ശ്രേയ ദത്ത പരിചയപ്പെടുന്നത്. അമേരിക്കയിൽ ടെക് പ്രൊഫഷണലായി ജോലി ചെയ്യുകയായിരുന്നു ശ്രേയ. അൻസലിനെ പരിചയപ്പെട്ടതോടെ സൗഹൃദം പിന്നീട് വാട്സ്ആപ്പ് വഴിയായി. തുടർന്ന് ശ്രേയയ്ക്ക് മാത്രമായി കൂടുതൽ ശ്രദ്ധ നൽകാനെന്ന വ്യാജേനെ ഇയാൾ ഉടനെ ഡേറ്റിംഗ് ആപ്പിലെ പ്രൊഫൈലും നീക്കം ചെയ്തു. സെൽഫികളും ഇമോജികളും വീഡിയോ കോളുമായി അവരുടെ ബന്ധം അങ്ങനെ വളർന്നു. എന്നാൽ ഓരോ വീഡിയോ കോളും വളരെ കുറഞ്ഞ സമയം മാത്രം നിൽക്കുന്നതായിരുന്നു. കൂടാതെ ഓരോ കോളിലും ഇയാൾ വളരെ നാണത്തോടെ ആയിരുന്നു കാണപ്പെട്ടതെന്നും ഒപ്പം ഒരു നായയും ഉണ്ടാകുമായിരുന്നുവെന്നും യുവതി പറയുന്നു. സത്യത്തിൽ യുവതി കണ്ടിരുന്ന ആളുടെ മുഖം യഥാർത്ഥമായിരുന്നില്ല. അടുത്ത കാലത്തായി ഏറെ ചർച്ചാ വിഷയമായ ഡീപ് ഫേക്ക് AI വഴി ഇയാൾ സ്വന്തം മുഖത്തിന്റെ സ്ഥാനത്ത് മറ്റൊരാളുടെ മുഖമാണ് കാട്ടിയിരുന്നത്. കാഴ്ചയിൽ ഏറെ ആകൃഷ്ടമായിരുന്ന ആ മുഖവും ചിരിയും യുവതിയുടെ മനസ്സിൽ വേഗത്തിൽ പതിഞ്ഞു. തന്റെ വിവാഹമോചനത്തിനു ശേഷം ഏറെ കരുതലുള്ള ഒരു സുഹൃത്തിനെ തനിക്ക് കിട്ടിയെന്നായിരുന്നു യുവതിയുടെ ധാരണ. ഭക്ഷണം കഴിച്ചോ തുടങ്ങിയ പോലുള്ള വളരെ നിസ്സാര കാര്യങ്ങളിലും അൻസൽ ഏറെ ശ്രദ്ധ പുലർത്തുന്നതായി അവർക്ക് തോന്നി. എന്നാൽ ഇതിനിടയ്ക്കൊന്നും നേരിട്ട് കാണുന്നതിനെപ്പറ്റി അൻസൽ സംസാരിച്ചിരുന്നില്ല. ഏജൻസ് ഫ്രാൻസ് പ്രസ് പുറത്തുവിട്ട ഒരു വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രകാരം കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിൽ ഫിലാഡൽഫിയയിലെ ഒരു പൂക്കടയിൽ നിന്നയച്ച റോസാപ്പൂച്ചെണ്ടുകൾ അൻസലിന്റെ പേരിൽ ശ്രദ്ധയെ തേടിയെത്തി. അതിൽ യുവതിയെ അയാൾ ഹണി ക്രീം എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. ശ്രദ്ധ പൂച്ചെണ്ടുമായി ഒരു സെൽഫി എടുത്ത് അൻസലിന് അയച്ചു നൽകി. ഇമോജികൾ വഴി ചുവന്ന ചുംബനം അൻസൽ തിരിച്ചുമയച്ചു. ഇതോടെ ശ്രദ്ധയുമായുള്ള തന്റെ ബന്ധമുറപ്പിക്കാൻ ഈ തട്ടിപ്പുകാരൻ ശ്രമിച്ചു. എന്നാൽ ഈ വേളയിലൊന്നും യുവതിക്ക് യാതൊരു സംശയവും ഇയാളിൽ തോന്നിയിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ഇയാൾ തന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ് നടത്തുന്നത്. ഒരിക്കൽ അൻസൽ ശ്രദ്ധയോട് തന്റെ റിട്ടയർമെന്റ് പ്ലാനുകളെക്കുറിച്ചും പണമിടപാടുകളെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു. താൻ പണം സമ്പാദിച്ചത് ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് ആപ്പ് ഉപയോഗിച്ചാണെന്ന് ഇയാൾ പറഞ്ഞു. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനായി അയാൾ അവൾക്കൊരു ലിങ്കും അയച്ചു കൊടുത്തു. തുടർന്ന് ശ്രദ്ധ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ കണ്ടതിനാൽ ആപ്പിൽ സംശയവും തോന്നിയില്ല. അതിനാൽ തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ക്രിപ്റ്റോ ട്രേഡിംഗ് ആപ്പിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ കുറച്ചു ലാഭം കിട്ടുകയും അത് യുവതി പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ കൂടുതൽ പണം അടുത്ത ഘട്ടത്തിൽ നിക്ഷേപിക്കാനുള്ള പ്രോത്സാഹനം അൻസൽ നൽകിക്കൊണ്ടിരുന്നു. ഇതോടെ റിട്ടയർമെന്റ് ഫണ്ടിൽ നിന്നടക്കം പണം നിക്ഷേപിച്ചു. പക്ഷെ അവിടെയും തീർന്നില്ല. വായ്പയെടുത്തും ക്രിപ്റ്റോ ട്രേഡിംഗിൽ പണം നിക്ഷേപം നടത്തി. ഇങ്ങനെ ഇന്ത്യൻ മണി ഏകദേശം 3.73 കോടി രൂപയാണ് യുവതി നിക്ഷേപിച്ചത്. എന്നാൽ പിന്നീട് ഈ പണം പിൻവലിക്കാൻ ശ്രമിച്ചതോടെ വ്യക്തിഗത നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പണം പിൻവലിക്കുന്നത് ആപ്പ് തടഞ്ഞു. ഇതോടെ സംശയങ്ങൾ തോന്നിയ യുവതി ലണ്ടനിലുള്ള സഹോദരനെ വിവരമറിയിച്ചു. ഇയാളുടെ ഫോട്ടോകൾ ഇന്റർനെറ്റ് വഴി റിവേഴ്സ് ഇമേജ് സെർച്ച് നടത്തിയതോടെ അൻസൽ എന്നൊരാൾ തന്നെയില്ലെന്ന് തെളിഞ്ഞു. ഡീപ് ഫേക്ക് വഴി ഇയാൾ ശ്രദ്ധയെ കാണിച്ച മുഖം ജർമ്മനിയിലെ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറുടേതാണെന്ന് മനസ്സിലായി. ഇതോടെ യുവതി ആകെ തളർന്നിരുന്നു. മാനസികമായും ശാരീരികമായും ഏറെ തളർന്ന ഇവർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. തനിക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിഞ്ഞിരുന്നില്ലെന്ന് യുവതി പറയുന്നു. അതേസമയം കഴിഞ്ഞ വർഷം ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ നിന്ന് 40,000-ലധികം ആളുകൾക്ക് $3.5 ബില്യൺ നഷ്ടമുണ്ടായതായി FBI പറയുന്നു. കൂടാതെ ക്രോപ്പിംഗ് ആപ്പ്, AI ജനറേറ്റഡ് പ്രൊഫൈൽ എന്നിവ വഴി ഡേറ്റിംഗ് സൈറ്റുകളിൽ നിരവധി വ്യാജ പ്രൊഫൈലുകൾ കടന്നുകൂടുന്നതും വെല്ലുവിളി കൂട്ടുകയാണ്. ഇപ്പോൾ തന്നെ തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞ് പുറത്തുവരുന്ന കണക്കുകൾ പോലും കൃത്യമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം പല ഇരകളും നാണക്കേടുകൊണ്ട് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകില്ല. ഈ കുറ്റകൃത്യത്തിന്റെ ഏറ്റവും ഭയാനകമായ ഭാഗമെന്ന് പറയുന്നത് ഇരയുടെ അവസാനത്തെ ഓരോ ചില്ലിക്കാശും കൈക്കലാക്കുന്നതുവരെ അവർ തങ്ങളുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും എന്നതാണ്. കാലിഫോർണിയ ആസ്ഥാനമായുള്ള പ്രോസിക്യൂട്ടർ എറിൻ വെസ്റ്റ് AFPയോട് പറഞ്ഞു.